വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതോ? വിവാദം സ്വർണക്കൊള്ള മറച്ചുപിടിക്കാനോ? ബിംബങ്ങളുടെ ഉടമസ്ഥാവകാശം തന്ത്രിക്കാണെങ്കിൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. തന്ത്രസമുച്ചയം അനുസരിച്ച് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ തെറ്റ് കണ്ടെത്താനാകില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ വാജിവാഹനത്തിന്റെ പേരിൽ വിവാദം കത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് രണ്ടുത്തരങ്ങളാണുള്ളത്. ഒന്ന്, ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിന് പുതിയ മാനം നൽകുക, തന്ത്രിയെ മുഖ്യ പ്രതിസ്ഥാനത്ത് ഉയർത്തിക്കാട്ടി രാഷ്ട്രീയക്കാരെ രക്ഷിക്കുക. രണ്ട്, സ്വർണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് തെളിയിക്കാനുള്ള സാധുവായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അറസ്റ്റിനെ ന്യായീകരിക്കാൻ പുതിയ കഥകൾ ഉണ്ടാക്കുക. വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് തെറ്റായ നടപടി അല്ലെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് മുന്നംഗം അജയ് തറയിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ശബരിമലയിലെ വാജിവാഹനം തന്ത്രി സമുച്ചയത്തിൽ പറയുന്നതനുസരിച്ചാണ് തന്ത്രിക്ക് നൽകിയതെന്നാണ് അജയ് തറയിൽ വ്യക്തമാക്കുന്നത്. സ്വർണക്കൊള്ള മറച്ചുപിടിക്കാനാണ് ശ്രമമെന്നും ചർച്ച വഴിതിരിച്ചുവിടാനാണ് വാജിവാഹനം വിവാദമാക്കുന്നതെന്നും അജയ് തറയിൽ പറയുന്നു. 2012 ബോർഡ് കമ്മീഷണറുടെ ഉത്തരവ് അവ്യക്തമാണെന്നും ആ ഉത്തരവ് കൊണ്ട് അതുവരെ തുടരുന്ന ആചാരങ്ങൾ ഇല്ലാതാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്ന കാര്യമാണിതെന്നും അജയ് തറയിൽ പറയുന്നു. തിരിച്ചു നൽകാമെന്ന തന്ത്രി കത്ത് നൽകിയതുമാണ്. കീഴ്വഴക്കവും ആചാരവും അനുസരിച്ചാണ് വാജിവാഹനം നൽകിയത്. ബിംബങ്ങളുടെ ഉടമസ്ഥാവകാശം തന്ത്രിക്കാണ്. തന്ത്രസമുച്ചയത്തിൽ പറയുന്ന കാര്യങ്ങളെ ഒരു ഉത്തരവ് കൊണ്ട് മറികടക്കാനാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. കോടതി പോലും തന്ത്രസമുച്ചയത്തിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നില്ല. തന്ത്രിക്ക് നൽകുന്നതാണ് ആചാരം. വാജിവാഹനം കൈമാറുമ്പോൾ ഈ ഉത്തരവിനെ കുറിച്ച് ആരും പറഞ്ഞില്ല. തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രി പറഞ്ഞിട്ടുണ്ട്. ലോഹം ആചാര്യന് അവകാശപ്പെട്ടതാണെന്നും അജയ് തറയിൽ പറഞ്ഞു. UDF ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കൊടിമരത്തിന് വേണ്ടി ഒരാളിൽ നിന്നും പൈസ പിരിച്ചിട്ടില്ലെന്നും അജയ് തറയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വാജിവാഹനം തന്ത്രിക്ക് കൈമാറുമ്പോൾ ഒരാൾ പോലും എതിർപ്പുന്നയിച്ചിട്ടില്ല. അഭിഭാഷക കമ്മീഷന്റെ മേൽനോട്ടത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത്. സ്വർണക്കൊള്ള മറച്ചുപിടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആരോപണം. ശബരിമലയുടെ പവിത്രത കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും അഭിനവ നവോത്ഥാനത്തിനായുള്ള കുൽസിത ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു.